നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങി. വോട്ടർ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. മെയ് 5-ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. പി ആർ സുനിൽ ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം. പി ആർ സുനിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ അടുക്കുകയല്ലേ? സുജിയ, തീർച്ചയായും തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകിയിരിക്കുന്നത്. കേരളം ഉൾപ്പെടെ 8 സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഏതായാലും ഗുജറാത്ത്, പശ്ചിമബംഗാൾ, മണിപ്പൂർ, കേരളം, പഞ്ചാബ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലെ 8 മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലെ ഈ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങാനുള്ള നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നു. മെയ് 5-ന് ഈ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം എന്ന നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ മെയ് മാസത്തിൽ തന്നെയാകും ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത. അതിന്റെ തീയതി പ്രഖ്യാപനം ഒരുപക്ഷെ അടുത്ത ആഴ്ചയോ അതിനുശേഷമോ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഒരു വാർത്താക്കുറിപ്പ് ഇക്കാര്യത്തിൽ ഇറക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, പി ആർ സുനിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ദില്ലിയിൽ നിന്ന്.